സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 2:7 ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 സങ്കീർത്തനം 7 തിരുവചനത്തിൽ അനധികാലത്ത് ദൈവം തൻ്റെ മനസ്സിൽ സങ്കല്പിച്ച ഒരു ദൈവിക നിർണയമാണ്, അഥവാ ഒരു ദൈവിക പദ്ധതിയാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ആ ദൈവിക പദ്ധതി ദൈവപുത്രൻ്റെ ജനനം സംബന്ധിച്ചുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാട് നൽകുകയാണ്. ആ വെളിപ്പാടാണ്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. ദൈവം ഈ ഭൂമിയെ, അതുപോലെ മുഴുപ്രപഞ്ചത്തെ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് മനുഷ്യനെ സകലത്തെയും വാഴുവാൻ അധികാരിയാക്കി. എന്നാൽ ദൈവസൃഷ്ടിയിൽ തന്നെ ദൈവത്തിൻ്റെ മാലാഖമാരായി സൃഷ്ടിക്കപ്പെട്ട ഒരു സൈന്യത്തിൻ്റെ അധിപൻ ലൂസിഫർ അഥവാ സാത്താൻ, പിശാച് ആയി മാറുകയായിരുന്നു. അതിന് കാരണം ദൈവത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ ശത്രുവായി അഹങ്കരിച്ചത് നിമിത്തമാണ്. മനുഷ്യനെ വഞ്ചിച്ചത്, ചതിച്ചത്, പാപത്തിലാഴ്ത്തിയത് ഈ പിശാചാണ്. ആദം ഹവ്വ ദമ്പതികളെ അനുസരണക്കേടിന് പ്രേരിപ്പിച്ചുകൊണ്ട് ഈ സാത്താൻ, ഈ പിശാച് മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ശത്രുവായി മാറുകയായിരുന്നു. ഈ പിശാചിനെ നശിപ്പിക്കുവാൻ, ഈ പിശാചിൻ്റെ ക്രിയകളെ തകർക്കുവാൻ ദൈവമിട്ട പദ്ധതിയാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. മനുഷ്യനെ അവൻ്റെ പാപങ്ങൾ നിമിത്തം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ തന്നെ ദൈവം ആദം ഹവ്വ ദമ്പതികൾക്ക് ഒരു വാഗ്ദാനം നൽകി. ആ വാഗ്ദാനം പിശാചിനെ അഥവാ സാത്താനെ ശപിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുമ്പോഴാണ് ആ വാഗ്ദാനം ലഭിച്ചത്. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് ദൈവം പിശാചിനോട് പറഞ്ഞു. സ്ത്രീയുടെ സന്തതിയായി ജനിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. അഥവാ സ്വർഗത്തിൽ നിന്നുള്ള ജനനമാണ് സ്ത്രീയുടെ സന്തതിയായിട്ടുള്ള യേശുവിൻ്റെ ജനനം. പരിശുദ്ധാത്മാവ് ഇവിടെ 2 സങ്കീർത്തനത്തിൽ നീ എൻ്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിലെ ദൈവം ജനിപ്പിച്ച ദൈവപുത്രനിലുള്ള വിശ്വാസമാണ് മാനവരാശിയെ രക്ഷയെങ്കിലേക്ക് നയിക്കുന്നത്. ഇതേ സങ്കീർത്തനത്തിൽ, അഥവാ 2 സങ്കീർത്തനത്തിൽ മനുഷ്യരുടെ കടമ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 വാക്യത്തിലാണ് നാം അത് കാണുന്നത്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ.
2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവപുത്രനെക്കുറിച്ച് അരുളി ചെയ്ത ശേഷം ഇവിടെ ഇതാ 12-ാം തിരുവചനത്തിൽ ആ പുത്രനെ ചുംബിക്കാത്ത അഥവാ ദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവപുത്രനെ അംഗീകരിക്കാത്ത, കൈക്കൊള്ളാത്തവർ ഏതൊരു മനുഷ്യനും വഴിയിൽ വെച്ച് അഥവാ ഈ ഭൂമിയിൽ വെച്ച് നശിച്ചു പോകുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാം നശിച്ചു പോകാതിരിപ്പാൻ ദൈവപുത്രനിൽ വിശ്വാസമർപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആമേൻ.